ഗതാഗത മന്ത്രി ഇന്ന് വൈകുന്നേരം എറണാകുളത്തേക്ക് എത്തും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തും. പക്ഷേ മന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ശുചീകരണ പ്രവൃത്തികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാനായി ഇന്ന് വൈകുന്നേരമാണ് മന്ത്രി എത്തുന്നത്. റിയ ബേബി വിവരങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. റിയ, ഈ എറണാകുളത്തെ ഈ KSRTC ബസ് സ്റ്റാൻഡ് എന്നും എപ്പോഴും തിരക്കാണ്. ആളുകൾക്ക് സമാധാനത്തോടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഒന്ന് മഴ പെയ്താൽ സ്റ്റാൻഡിനകത്ത് KSRTC ജീവനക്കാരിരിക്കുന്ന ഉദ്യോഗസ്ഥരിരിക്കുന്ന റൂമുകളിലേക്ക് പോലും വെള്ളം കയറുന്നത് നമ്മൾ കാണാറുണ്ട്. അതും ചളിവെള്ളം, മാലിന്യം നിറഞ്ഞ വെള്ളം. ഇപ്പം മന്ത്രി എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാവുകയാണോ? ഞാൻ തന്നെ ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ അഴുക്കുചാലിനെ കുറിച്ച്, ദുരിതത്തെക്കുറിച്ച് എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓരോ മഴക്കാലത്തും അഴുക്ക് വെള്ളത്തിന് നടുവിൽ മുങ്ങിക്കിടക്കുന്ന സ്റ്റാൻഡിലെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഒരു ശ്രമവും കണ്ടിട്ടില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനകത്ത് സ്വന്തമായി ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഒരു ബസ് സ്റ്റാൻഡിനുണ്ടെങ്കിൽ, ഒരു കൂമ്പാരമുണ്ടെങ്കിൽ അത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനാണ്. ഇത് ഇവിടെ കുന്ന് പോലെ മാലിന്യം കൂടിക്കിടക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം മന്ത്രി എത്തുന്നത് കൊണ്ട് തകൃതിയായി ശുചീകരണ ജോലികൾ നടക്കുന്നു. ഏതാണ്ട് പകുതിയിലധികം മാലിന്യം ഇവർ ഇവിടെ നിന്ന് വൃത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മന്ത്രി ഇന്ന് വൈകുന്നേരം എത്തും. മന്ത്രിക്ക് കാണാനായി ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്, ഒന്ന്, അഴുക്ക് വെള്ളത്തിന് നടുവിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും പടർന്നു പിടിക്കാവുന്ന തരത്തിൽ കെട്ടിക്കിടക്കുന്ന അഴുക്ക് വെള്ളം. രണ്ട്, ഈ കാണുന്ന എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായി കിടക്കുന്ന പഴകിയ ദ്രവിച്ച KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടം, സ്റ്റാഫുകൾ താമസിക്കുന്ന അതിലും ശോചനീയമായ രീതിയിലുള്ള അവസ്ഥയുള്ള മറ്റൊരു കെട്ടിടം, അതോടൊപ്പം തന്നെ അഴുക്ക് വെള്ളത്തിന് നടുവിലുള്ള ഇരിപ്പിടങ്ങൾ. ഇതൊക്കെയാണ്. ഇന്ന് മഴ അല്പം മാറി നിൽക്കുന്നതുകൊണ്ട് അത്തരം ദുരിത കാഴ്ചകളില്ല. അതുകൊണ്ട് നമ്മുടെ പഴയ വിഷ്വലൊക്കെ അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയ മാലിന്യ കൂമ്പാരങ്ങളാണ് അപ്പുറത്ത് കാണുന്നത്. എന്തായാലും മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ചെങ്കിലും ഒരു വൃത്തിയാക്കൽ യജ്ഞം ഇവിടെ നടന്നല്ലോ എന്നതാണ് ആശ്വാസകരം. ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള സ്റ്റാൻഡാണ്. ഇവിടുത്തെ ദുരിതത്തിന് ഏതാണ്ട് അതിൽ പകുതിയോളം പഴക്കമുണ്ട്. വെള്ളക്കെട്ടിന് നടുവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ നീന്തി നടന്നാണ് ആളുകൾ ഇവിടെ നിന്ന് ബസ് കയറിക്കൊണ്ടിരുന്നത്. അതേക്കുറിച്ച് പറഞ്ഞെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ TJ വിനോദ് MLA ആണ് ഈ സ്റ്റാൻഡിലെ ദുരിതത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിച്ചത്. അതിനുശേഷമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും മന്ത്രിയുടെ വരവ് പ്രമാണിച്ച് അല്പ ശുചീകരണ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ആളുകൾക്ക് സമാധാനത്തോടെ മൂക്ക് പൊത്താതെയൊക്കെ സ്റ്റാൻഡിനകത്ത് കയറി വന്നിരിക്കുകയൊക്കെ ചെയ്യാം. ഈ സ്വപ്ന പദ്ധതിയാണ് KSRTC ഒരു പുതിയ കെട്ടിടം കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം മന്ത്രി വരുന്നു എന്നുള്ള ഒരു നോട്ടീസ് ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. മന്ത്രി വന്നില്ലെങ്കിലും വേണ്ടില്ല, അറിയിപ്പ് ശരിക്കും വന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ക്ലീൻ ആവും. അതെ, ഇടയ്ക്കിടയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഞാൻ KSRTC സ്റ്റാൻഡ് സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞേക്കണം എന്നതാണ് നമ്മുടെയും ആഗ്രഹം. കാരണം നമ്മളും ഇവിടുത്തെ ദുരിതം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന അഴുക്ക് വെള്ളത്തിലൂടെയൊക്കെ, ഇതിപ്പം മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ്, പക്ഷേ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന വെള്ളം കാണാലോ, ഇതിൻ്റെ നടുവിലൂടെ നടന്ന് വേണം ഇതിനകത്തേക്ക് എത്തണം. അതുകൊണ്ട് നമുക്കും ഒരു പേടി സ്വപ്നമാണ് മഴ പെയ്യുന്നതും ഈ KSRTC സ്റ്റാൻഡിൽ വന്ന് ഈ വെള്ളത്തിന് നടുവിലൂടെയൊക്കെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് മന്ത്രി ഇടയ്ക്കൊക്കെ ഒന്ന് ഈ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് വരണം. കാരണം ഈ ലോഡ് കണക്കിന് മാലിന്യം ഒറ്റ സന്ദർശനത്തിൽ ഇവിടെ നിന്ന് മാറ്റാമെങ്കിൽ മന്ത്രി ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാൽ ഇത് പൂർണ്ണമായും ക്ലീൻ ആകും. മറ്റൊന്നുള്ളത് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് ഈ കെട്ടിടത്തിന്റെ പഴക്കം സംബന്ധിച്ചാണ്. അതൊക്കെ മറ്റു പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചാൽ പുതിയ കെട്ടിടം വരാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ കാര്യത്തിൽ ഉൾപ്പെടെ ഇന്നൊരു ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിൻ സ്മാർട്ട് സിറ്റി 12 കോടി അനുവദിച്ചതാണ്. സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വകുപ്പുകൾ തമ്മിലുള്ള ചില പ്രതിസന്ധികളുണ്ട്. ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയാൽ തറക്കല്ലിടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ചതാണ്, പക്ഷെ അത് നടന്നിട്ടില്ല. എന്തായാലും ഇന്നത്തെ സന്ദർശനത്തിന് പിന്നാലെ എഞ്ചിനീയർമാരടക്കം മന്ത്രിക്കൊപ്പം ഉണ്ടാകും. അവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ച് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം പുതിയ KSRTC ബസ് സ്റ്റാൻഡ് എന്ന വർഷങ്ങളായുള്ള സ്വപ്നത്തിന് ഒരു അനക്കമെങ്കിലും ഇന്ന് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്നുള്ളത് ഇത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, വിദേശികളൊക്കെ മൂന്നാർ പോകാൻ സ്ഥിരമായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഇത്രയും മാലിന്യ കൂമ്പാരം, അഴുക്ക് വെള്ളം, ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ കാണേണ്ടത്. ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ അഴുക്ക് വെള്ളത്തിന് നടുവിലാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഗതാഗത മന്ത്രി
ഇവിടേക്ക് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നി ഈ പ്രതിസന്ധികൾ. നേരത്തെ റിയ തന്നെ പലതവണ ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ആളുകളുടെ ദുരിതം, മഴ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി, ചളിവെള്ളം കയറുന്നതൊക്കെ റിയ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ റിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഈ കഴിഞ്ഞ മഴക്കാലത്ത് നിന്ന് എല്ലാ മഴക്കാലത്തും ഈ വിഷയം ഉണ്ടാവാറുണ്ട് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ. പക്ഷെ അന്നൊന്നും ഈ മന്ത്രിമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അങ്ങോട്ട് വന്ന് കണ്ടിരുന്നില്ല. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം TJ വിനോദ് MLA നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഇവിടെ എത്താമെന്ന് ഉറപ്പ് നൽകുകയും ഇന്ന് അദ്ദേഹം 3:30 കൂടി എത്തുകയും ചെയ്യുന്നത്. മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് മോട്ടോറുകൾ വെച്ച് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാണ് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇത് ഇവിടുത്തെ ഒരു സേഫ്റ്റി ടാങ്കാണ്. ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞ് ഈ സ്റ്റാൻഡിലേക്ക് ഒഴുകും. ഇതിലേക്ക് മുഴുവൻ ഒഴുകും. ഇതിലൂടെ ചവിട്ടി ആളുകൾ ബസ് കയറി ജോലി സ്ഥലത്തേക്കും വീടുകളിലേക്കും പോവുക, കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുക എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ്. അഴുക്ക് വെള്ളത്തിന് നടുവിൽ കേരളത്തിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. മാലിന്യ കൂമ്പാരം സ്വന്തമായുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. പകർച്ചപ്പനിയൊക്കെ ഫ്രീ ആയി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. ടോയ്ലറ്റിലെ വെള്ളത്തിൽ കൂടെ ചവിട്ടി പോകേണ്ട ഒരു ഗതികേട് ആളുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. അങ്ങനെ ഒരു അലങ്കാരങ്ങൾ ഒരുപാടുള്ള ദുരിതങ്ങൾ ഒരുപാടുള്ള ഇടത്തേക്കാണ് ഇന്ന് ഗതാഗത മന്ത്രി എത്തുന്നത്. ഇത്രയധികം ദുരിതങ്ങൾ മന്ത്രി കണ്ട് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകൾ പറയുന്നുണ്ട്, കുട്ടികളടക്കം ആ ടോയ്ലറ്റിൽ നിന്ന് ഒലിക്കുന്ന വെള്ളത്തിൽ കൂടെ നടന്നാണ് തൊട്ടപ്പുറത്ത് സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നത് എന്നൊക്കെ. ഇതൊക്കെ മന്ത്രി കണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ ദുരിതം അനുഭവിച്ച ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇത് എറണാകുളത്തെ കുറച്ച് ആളുകളുടെ മാത്രം പ്രശ്നമല്ല. 25,000-ത്തിലധികം ആളുകൾ, യാത്രക്കാർ ദിവസവും വന്ന് യാത്ര ചെയ്ത് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയാണ് ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് അടക്കം ബസ് കയറി പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെയാണ് ഇങ്ങനെ ഒരു ദുരിതം വർഷങ്ങളായ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ദുരിത കാഴ്ചകൾ മന്ത്രിക്ക് മുമ്പിൽ ഇവിടെ ഉണ്ടാകും. മന്ത്രി നേരിൽ കണ്ട് അറിഞ്ഞു പോകണം. പക്ഷേ മന്ത്രിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ മിസ്സാവും എന്തായാലും. കാരണം ഈ മാലിന്യ കൂമ്പാരമൊക്കെ ഇവർ മന്ത്രി എത്തുന്നത് പ്രമാണിച്ച് നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, എന്തായാലും മന്ത്രിക്ക് മിസ്സാവും. പക്ഷെ നമ്മുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങളൊക്കെ എന്തായാലും പകർത്തുന്നുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി ഉയർന്നിട്ടുണ്ട് ഈ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിനെതിരെ. റിയ പറഞ്ഞതുപോലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നതാണ്. സ്മാർട്ട് സിറ്റി ആണ്, അത്രയധികം ആളുകൾ വരുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് KSRTCയെ സംബന്ധിച്ച്. എന്നിട്ടാണ് വർഷങ്ങളായുള്ള ദുരിതം. എന്തായാലും മന്ത്രി വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ അറിയാം. അപ്പം ക്ലീൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു.